നഹൂം 1-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. നിനിവേക്കുറിച്ചുള്ള പ്രവാചകം. ഏലോസ്യനായ നഹൂമിന്റെ ദർശന പുസ്തകം. ദൈവം തീക്ഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനും ആകുന്നു. യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാകുന്നു. യഹോവ തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തന്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ. അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട്. മേഘം അവന്റെ കാൽക്കീഴിലെ പൊടിയാകുന്നു. അവൻ സമുദ്രത്തെ ഭക്ഷിച്ചു വറ്റിക്കുകയും സകല നദികളെയും വരട്ടിക്കളയുകയും ചെയ്യുന്നു. ബാസാനും കർമ്മേലും വരളുന്നു. ലബാനോന്റെ പുഷ്പം വാടിപ്പോകുന്നു. അവന്റെ മുമ്പിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു, കുന്നുകൾ ഉരുകിപ്പോകുന്നു. അവന്റെ സന്നിധിയിൽ ഭൂമി ഞെട്ടിപ്പോകുന്നു. മഹീതലവും അതിലെ സകല നിവാസികളും തന്നെ. അവന്റെ ക്രോധത്തിന് മുമ്പിൽ ആർ നിൽക്കും? അവന്റെ ഉഗ്രകോപത്തെങ്കിൽ ആർ നിവർന്നു നിൽക്കും? അവന്റെ ക്രോധം തീ പോലെ ചൊരിയുന്നു. പാറകൾ അവനാൽ പിളർന്നു പോകുന്നു. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്കിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. എന്നാൽ കവിഞ്ഞൊഴുകുന്ന ഒരു പ്രവാഹം കൊണ്ട് അവൻ അതിന്റെ സ്ഥലത്തിനു മുടിവ് വരുത്തും. തന്റെ ശത്രുക്കളെ അവൻ അന്ധകാരത്തിൽ പിന്തുടരുന്നു. നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നതെന്ത്? അവൻ മുടിവ് വരുത്തും. കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. അവർ കൂടി പിണഞ്ഞിരിക്കുന്ന മുള്ളുപോലെ ആയാലും തങ്ങളുടെ മദ്യപാനത്തിൽ മദ്യപിച്ചിരുന്നാലും അവർ മുഴുവൻ ഉണങ്ങി താളടി പോലെ തീക്കിരയായി തീരും. യഹോവയ്ക്ക് വിരോധമായി ദോഷം നിരൂപിക്കുകയും നിസ്സാരത്വം ആലോചിക്കുകയും ചെയ്യുന്നവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവർ പൂർണ്ണശക്തന്മാരും ആവണം തന്നെ അനേകരും ആയിരുന്നാലും അവർ അങ്ങനെ തന്നെ ഛേദിക്കപ്പെടുകയും അവൻ കഴിഞ്ഞു പോവുകയും ചെയ്യും. ഞാൻ നിന്നെ താഴ്ത്തിയെങ്കിലും ഇനി നിന്നെ താഴ്ത്തുകയില്ല. ഇപ്പോഴോ ഞാൻ അവന്റെ നുകം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങൾ അറുത്തു കളയുകയും ചെയ്യും. എന്നാൽ യഹോവ നിന്നെക്കുറിച്ച്: നിന്റെ പേരുള്ള സന്തതി ഇനി ഒട്ടുമുണ്ടാകുകയില്ല. കൊത്തിയുണ്ടാക്കിയ വിഗ്രഹത്തെയും വാർത്തുണ്ടാക്കിയ ബിംബത്തെയും നിന്റെ ദേവമാള ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ ഛേദിച്ചു കളയും. നീ നിസ്സാരനായിരിക്കാൽ ഞാൻ നിന്റെ ശവക്കുഴി കുഴിക്കുമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇതാ പർവ്വതങ്ങളിൽ മേൽ സുവാർത്തദൂതനായി സമാധാനം ഘോഷിക്കുന്നവന്റെ കാൽ. യഹൂദയെ, നിന്റെ ഉത്സവങ്ങളെ ആചരിക്ക, നിന്റെ നേർച്ചകളെ കഴിക്ക. നിസാരൻ ഇനി നിന്നിൽ കൂടി കടക്കയില്ല. അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാറിക്കുമോ.